ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അത് വേറെയൊന്നുമല്ല, എൻ്റെ പഴയ കൂട്ടുകാരി ആഫ്റ്റർ എ ലോങ് ടൈം എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്താ ഇത്? ഹലോ. അയ്യോ, ഇവള് ഇട്ട കോസ്റ്റ്യൂം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവളെ കോസ്റ്റ്യൂം റൂമൊക്കെ നോക്കാൻ വേണ്ടി വന്നു ഗായ്സ്. കത്തിക്കട്ടെ നമ്മുടെ ഫോട്ടോ. ഇതാ റിതു ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് കുടിച്ചു സത്യസന്ധമായിട്ട്. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന്. സത്യസന്ധമായിട്ട് റിതു, സത്യമായിട്ട് നീ പറയണം. ആണോ? സത്യം. നീ കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ടല്ലേ നീ പറഞ്ഞത്? ആ ഓക്കെ, അത് മതി. അങ്ങനെ ഞങ്ങളിതാ സിനിമയ്ക്ക് പോവാണ്. റിതു ആക്ച്വലി നന്നായിട്ട് ബൈക്ക് ഓടിക്കും. അപ്പോൾ ഞങ്ങളിന്ന് ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ശ്രീജാൻറ്റീനെ കണ്ടു. ശ്രീജാൻറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. യെസ്, ജേത്രയിൽ എത്തിയിട്ടുണ്ട്. സോ വെരി എക്സൈറ്റഡ് ആണ്. അത് വേറെ ഒന്നുമല്ല, ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ഇറ്റ്സ് എ ഹൊറർ മൂവി, അതായത് പ്രണവ് മോഹൻലാലിൻ്റെ ഡൈസ് എറേ എന്ന് പറഞ്ഞ മൂവിയാണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത്. പ്രേതപ്പടം കൂടെ ആകുമ്പം കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് പ്രേതപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒടുക്കത്തെ പേടിയാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ പടം അങ്ങനെ തോന്നി. സിനിമ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ പടം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമ കണ്ടപ്പോൾ പേടിയുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പേടിയായിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഒരുപാട് ഹൊറർ മൂവീസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഹൊറർ മൂവി കണ്ടപ്പം അത്രയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. പിന്നെ ബോറ് പടം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ കാണാം അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നിങ്ങളും കൂടെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെയും കൂടെ ഒപ്പീനിയൻ പറയണം കേട്ടോ. പിന്നെ ഞങ്ങളിതാ അവൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ എനിക്ക് 2 പാല് മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾ മേടിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ഉദ്ദേശിച്ച പാല് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യാറ് മിൽമ മിൽക്കാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ നെസ്റ്റോയിലേക്ക് പോയി. വീട്ടിലേക്ക്.
അതിന് മുന്നേ ഞങ്ങൾ ചെറുതായിട്ടൊരു നൈറ്റ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കയ്യിൽ ഫുള്ള് സാധനങ്ങളായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ മമ്മീൻ്റെയും പാപ്പേൻ്റെയും കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഋതു പോയി.